നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഒരു മെയിൻ ഒരു നമ്മുടെ ഈ കൈത്തറി സെറ്റ് മുണ്ടായാലും സെറ്റ് സാരി ആണെങ്കിലും കസവ് മുണ്ട് എല്ലാം നമുക്ക് നല്ല ഇഴയുള്ള അല്ലെങ്കിൽ നല്ല സാധനം നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ബാലരാമപുരം. അപ്പം അവിടുത്തെ കൈത്തറി എപ്പോഴും ഫേമസ് ആണ്. സോ ഞങ്ങളുടെ വീടിനടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് വിഷുക്കോടി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിഷു ഒക്കെ ആകുമ്പോഴത്തേക്കും ന്യൂ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നൊക്കെ എടുക്കാൻ പറ്റും. അപ്പം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 18-19 നൂറ്റാണ്ടിൽ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മയാണ് ബാലരാമപുരത്ത് ആദ്യമായിട്ട് ഈ ഒരു ഹാൻഡ്ലൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്ര പഴക്കമുള്ള ഒരു എന്താ പറയുക ഒരു പാരമ്പര്യമാണ് നമ്മുടെ ബാലരാമപുരത്തുള്ള ഒരു കൈത്തറിക്കുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഹോൾസെയിലായിട്ട് ഇപ്പോഴും അവിടെ നിന്ന് കിട്ടുന്നത്. നല്ല ഇഴയുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാധനം. ഒരുപാട് ദൂരെ നിന്ന് ആളുകൾ വന്ന് കൈത്തറി വസ്ത്രങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാറുണ്ട്. അതിന് കാരണം ഇന്നും നിലനിൽക്കുന്ന ഈ ഒരു പാരമ്പര്യമാണ്. ബാലരാമവർമ്മയുടെ പേര് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ബാലരാമപുരം എന്നുള്ള പേര് വന്നത്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഒരു അഭിമാനം കൂടിയാണ് ബാലരാമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം. വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണോ? ഇത് പ്രിന്റ് ആണോ? ഇത് കംപ്ലീറ്റ് പ്രിന്റ് ആണത്? മൊത്തം ബോഡി മൊത്തം പ്രിന്റ് വരുന്നുണ്ടല്ലേ? ഈ പ്രിന്റ് താഴെ ആയിട്ട് വരും അല്ലേ? വിത്ത് ബ്ലൗസ് സിൽവറിന്റെ ഇത് വരുന്നത് അല്ലേ? സൂപ്പറല്ലേ? ടിഷ്യൂ വർക്കാണ് അല്ലേ? ഇത് സോഫ്റ്റ്. ഇത് എങ്ങനത്തെ മെറ്റീരിയൽ എന്താണ്? സോഫ്റ്റ് ഇത് വരുന്നത്. ഉടുക്കുമ്പോൾ കടകടപ്പായിട്ട് ഇരിക്കത്തില്ലല്ലോ. ഞാൻ ഇഷ്ടപ്പെടുന്നു. നല്ല രസമുണ്ട്. ഇത് ഒരുപാട് മൂവിങ് ആണ് അല്ലേ? ബോഡിയിൽ ഈ ഭാഗത്ത് ഇത് കൃഷ്ണനും രാധയുടെ അല്ലേ? കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ടിഷ്യൂ കോട്ടൺ, സാധാരണ നമ്മുടെ കോട്ടൺ. സൈഡിൽ നിന്ന് താഴെയും വരും മുകളിൽ വരും. ഇത് മുന്താണ് അല്ലേ? വിത്ത് ബ്ലൗസ് ആണ്. എല്ലാം വിത്ത് ബ്ലൗസ് തന്നെയാണോ വരുന്നത്? ബ്ലൗസിൽ എന്തെങ്കിലും ഡിസൈൻ വരുന്നുണ്ടോ? ഇതും ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്നത്. 1000 ആ ഒരു റേഞ്ചിൽ തന്നെ. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാനിത് എടുക്കാൻ പോവാണ്. ഒരു ബ്ലാക്കിൻ്റെ ഒരു എന്താണ് അത് മയിലും പീലിയൊക്കെ വരുന്ന നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലും ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഞാനിതാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഉടുക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിലും ഈ പോർഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉടുത്ത് സെപ്പറേറ്റ് ചെയ്യാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്തായാലും ഞാൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇനിയും 1-2 നോക്കുന്നുണ്ട്. കാരണം ഇവിടെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം ഹോൾസെയിലാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ ഇവിടെ നല്ല ലാഭമായിട്ട് നമുക്ക് കിട്ടും.
ധൈര്യമായിട്ട് ഇവിടെ വന്ന് എടുക്കാം. അപ്പം വിഷു കഴിഞ്ഞാലും ഓഫർ ഉണ്ടല്ലോ, വിഷു കഴിഞ്ഞാലും ഓഫർ ഉണ്ടല്ലോ, അപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. ഇത് ബാലരാമപുരം ഇത് ബാലരാമപുരത്തിനകത്ത് ഇങ്ങനെ നമുക്ക് ഒരുപാട് ഷോപ്പ്. ബാലരാമപുരം ഹാൻഡ്ലൂംസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പം ഞാൻ നിങ്ങൾക്ക് 1-2 കൂടെ വീഡിയോസ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഉള്ള 1-2 ഈ വിഷുവിന് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള 1-2 ഐറ്റം കൂടെ കാണിക്കാം. പിന്നെ അതെ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് ധാവണിയൊക്കെ ഉണ്ട്. ഞാൻ പുറത്ത് 1-2 ഡിസ്പ്ലേ ഒക്കെ കണ്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാണിക്കാം. അപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ധാവണിയൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും. അത് നല്ല ഭംഗിയാണ്. അപ്പം ഞാനിതെന്തായാലും ചൂസ് ചെയ്ത് 1-2 കൂടെ നമുക്ക് നോക്കാം. എന്തായാലും എന്താണ് ഡിസ്കൗണ്ട് ഒക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് വാങ്ങാമല്ലേ, അല്ലേ ചേ? ഇതിൽ ബോർഡറിൽ ബ്ലാക്ക് കാര്യം കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ബ്ലാക്കും സിൽവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ വീഡിയോയിൽ ഞാനൊരു ബ്ലാക്ക് സെറ്റ് മുണ്ടും എടുത്തിട്ടുണ്ട്. അതിന് ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇത്തവണ സെറ്റ് മുണ്ടും അല്ല, സെറ്റ് സാരിയാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ബ്ലാക്കും വൈറ്റും അല്ല, അല്ലാത്ത ഷെയ്ഡ്സും ഉണ്ട്. ഞാൻ നേരത്തെ ഒരു ഗ്രീൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. അത് ഡിസ്കൗണ്ട് പോയിട്ടൊരു 600 ആ ഒരു റേഞ്ചിനകത്താണ് വരുന്നത്. അപ്പം നല്ല അഫോർഡബിൾ ആണ്. ഞാൻ ഒരു സാരി എടുക്കാനാണ് വന്നത്, പക്ഷേ ഒരെണ്ണം കൂടെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. എനിക്ക് ധാവണി ഒന്ന് നോക്കണം, ധാവണി സാരി. സ്റ്റിച്ച് ചെയ്യണം. ഇതിപ്പം അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ളതാണല്ലേ? ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ ഇത് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അല്ലേ? സെമി സ്റ്റിച്ച്ഡ് ആണല്ലേ? സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? സ്കേർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം അല്ലേ? ഇതിലെ ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത് നല്ല ഭംഗിയുണ്ടല്ലേ അത്? ഇതൊക്കെ ബീഡ്സ് അതിൽ ഇത് വെച്ചിരിക്കുകയാണ്. ത്രെഡ് സ്റ്റിച്ച് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ധാവണിയുടെ ഇതാണല്ലേ? ബ്ലൗസ് പീസ്. ഓക്കെ, അപ്പൊ 1-2 ഒന്ന് കാണിക്കുമോ ജസ്റ്റ്? ഞാൻ വെച്ച് കാണിക്കും. ഇത് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളതാണ്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഒരു ധാവണി ഇവിടെ എടുക്കാൻ പോവാണ്. ഒന്നും ഫിക്സ് ആയില്ല ഏത് കളർ എടുക്കണമെന്നൊന്നും തീരുമാനിച്ചില്ല. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഇത് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നല്ലേ? ഞാൻ അതൊക്കെ ഒന്ന് വെച്ച് കാണിക്കാം. അപ്പൊ അതിലും ഇത് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? എങ്ങനെയാണ്? 2000 ആണല്ലേ അറൗണ്ട്? ഓക്കെ, 20% സ്റ്റാർട്ടിങ് എത്രയാണ് ഇതിനൊക്കെ ധാവണിക്ക്? പോയി. ഓക്കെ. അപ്പം സ്റ്റാർട്ടിങ് 1500 മുതലാണ് ഉള്ളത്. അപ്പം ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒരുപാട് സെയിൽ നടക്കുന്ന ടൈമാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴും നല്ല തിരക്കാണ് ഷോപ്പിൽ. അപ്പം ഇതാണ് അതിൻ്റെ എന്താ പറയുക ഷോള് വരുന്നത്, ധാവണി വരുന്നത്. കണ്ടോ? സൂപ്പർ അല്ലേ? ഇത് നിങ്ങൾക്ക് ഈ വിഷു ഓണത്തിന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും അടിപൊളിയാട്ടോ. എനിക്ക് പൊതുവേ സെറ്റ് സാരി ഇതുപോലത്തെ സെറ്റിൻ്റെ വരുന്ന എല്ലാ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ഫംഗ്ഷൻ ആണെങ്കിലും എടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഈ ഒരു വിഷു ഓണത്തിന് മാത്രമല്ല, നമുക്ക് അല്ലാതൊരു മാരേജ് ഫംഗ്ഷന് പോയാലും എടുക്കാൻ പറ്റുന്നതാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത്. ഇതിൽ വേറെ ഷെയ്ഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഡിസൈൻ? ഓക്കെ, മറ്റതിന് ബീഡ്സ് ആണ് വരുന്നത് അല്ലേ? ഇത് അംബ്രല്ല കട്ടാണ് കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത്. ഇത് ബാക്ക് സൈഡ് വരുന്നത്, സ്ലീവിൽ വരുന്നതാണ്. അപ്പൊ പ്ലെയിൻ ആയിട്ട് വരുന്ന ബോഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ടോപ്പ് ആയിട്ടും നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് ക്രോപ്പ് ടോപ്പ് ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഇച്ചിരി നീളത്തിനുള്ള രീതിയിലോ ധാവണിയായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും.
സൂപ്പർ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇത് എത്രത്തോളം വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, നേരിട്ട് കാണാൻ അടിപൊളിയാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതെല്ലാം ഫ്രണ്ടിൽ ഡിസ്പ്ലേ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ടിഷ്യൂ ആണ് അല്ലേ, കംപ്ലീറ്റ് വരുന്നത് ടിഷ്യൂലാണ് വരുന്നത്. അപ്പോൾ ആ ടിഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ സ്കേർട്ട് നല്ല വിരിഞ്ഞ് നിൽക്കും. ഇപ്പം നമ്മൾ സാരിക്ക് ടിഷ്യൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സ്കേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിരിഞ്ഞിരിക്കണമെങ്കിൽ ടിഷ്യൂ ഉള്ളതാണ് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാം ടിഷ്യൂ വരുന്നതുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ കൊള്ളാം, അടിപൊളി. അപ്പോൾ ഇത് അവരുടെ ഒരു എന്താ പറയുക, ധാവണിയുടെ ഒരു നമുക്കിവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം. പിന്നെ ഡിസ്പ്ലേയിലും ഉണ്ട്. ഒരു ഗ്രീൻ, ഞാനൊരു ഗ്രീൻ ഷെയ്ഡ് എടുക്കുന്നു. അത് കുഴപ്പമില്ല, അങ്ങനെ ഇട്ട് നോക്കാം. ഇതിന് കുഴപ്പമില്ല, നോക്കണ്ട. അപ്പം ഇതാണ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സ്കേർട്ടും ബ്ലൗസും വിത്ത് ധാവണി. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. സൂപ്പർ അല്ലേ സർ? ഷോളും കൂടെ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ ഇത്? എനിക്ക് കറക്റ്റ് ആയിരിക്കുമോ ഈ സൈസ്? ഇതാകുമ്പോൾ പ്ലീറ്റ്സ് ഒന്നും എടുക്കേണ്ടി വരത്തില്ല. അപ്പം ഡയറക്റ്റ് നമുക്കിപ്പോൾ പ്ലീറ്റ്സ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നല്ല എളുപ്പത്തിന് ഇത് കുത്താനായിട്ട് പറ്റും. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത്? നമുക്കൊരു എൻഗേജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. അപ്പം ഇത് മിക്കവാറും ഇത് തന്നെ ആയിരിക്കും എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന സൽവാറിൻ്റെ റെഡിൻ്റെ കൂടെ ഇത് നന്നായിട്ട് പോകും. അതാണ് നമ്മൾ ഈ ഗോൾഡ് കര വരുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡിൻ്റെയും കൂടെ നമുക്ക് ബ്ലൗസ് പീസിൻ്റെ കൂടെ നമുക്ക് പോകും. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ചെയ്തെടുത്താലോ, വേറെ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇത് എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വേറെ ഡിസൈൻ. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 3058 അത് കുറയും, ഡിസ്കൗണ്ട് ഒന്നും. ഓക്കെ ആണോ ചേ? അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ സഹായിച്ച് സെലക്ട് ചെയ്യാൻ സഹായിച്ച പേര് ഗോപികയാണ്. ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു എടുക്കാനായിട്ട്. താങ്ക് യു ഗോപിക. അപ്പം നമ്മുടെ വിഷുക്കോടി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇവിടെ ബാലമരത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഹോൾസെയിലായിട്ടുള്ള എന്താ പറയുക ഡ്രസ്സസ് നമുക്ക് എടുക്കാം. അതും ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇനി വഴി നമുക്ക് കാണിക്കാം. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ താങ്ക് യു കേട്ടോ. ഈ ഷോപ്പിൻ്റെ പേര് വന്നിട്ട് ബാലരാമപുരം ഹാൻഡ്ലൂംസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു. നമുക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഒരു സർവീസ്, നല്ലൊരു സർവീസ് കിട്ടുമ്പോഴാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോപി ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. എനിക്ക് എളുപ്പം തന്നെ ചൂസ് ചെയ്യാനൊക്കെ പറ്റി. അപ്പം ഒത്തിരി ഹെൽപ്പ് ചെയ്തു ആ കുട്ടി. അപ്പം ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രം മാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇച്ചായനൊന്നും എടുത്തില്ല. പൊതുവെ ഇച്ചായന് മുണ്ടുടുക്കുന്നത് എങ്ങനെയാണ് ഇച്ചായ? കാര്യം നേരെ കൊടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് അത്ര താല്പര്യമില്ല, അത്ര ഒരു സുഖമില്ലാത്തൊരു, എനിക്കത്ര കംഫർട്ടബിൾ അല്ല മുണ്ട്. അതുകൊണ്ട് മുണ്ടൊന്നും എടുത്തില്ല. അപ്പൊ ഇനി ഷർട്ട് എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചങ്ങനെ. അപ്പം മാളിൽ പോവാന്ന് വിചാരിക്കും. മാളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എവിടെ എന്തെങ്കിലും ഒക്കെ എടുക്കാമല്ലോ. ഒരു കടയിൽ കയറി ഒരു സ്ഥലത്തിൽ നിന്ന് നമുക്ക് എടുക്കാമല്ലോ. ഒരുപാട് സ്ഥലത്ത് കറങ്ങി തരികയുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം മാളിലോട്ട് പോവാണ് ഇച്ചാന് ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ഈസ്റ്റർ എന്തെങ്കിലും ഡ്രസ്സ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കും. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നമ്മൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ളതൊക്കെ കാണിക്കാം. അപ്പം ഈസ്റ്റർ വിഷുവിനൊക്കെ ഉള്ളതെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടി ഇനി ഒരു ദിവസം കൂടെ ഇറങ്ങണ്ടേ. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളാണ്. കാരണം 15 വിഷുവും
17 ഈസ്റ്ററുമാണ്. അപ്പം അടുപ്പിച്ചടുപ്പിച്ചാണ് വരണം. അപ്പം ഇനി അങ്ങോട്ട് പോകും തോറും ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ബാലാമരത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ സമയത്തൊക്കെ ആളുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ മാക്സിമം കുറേയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ന്യൂ അറൈവൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെടുത്ത ആ ഒരു 2 സാരി ആയാലും ആ ദാവണി ആയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, നല്ലതായിട്ട് ഇഷ്ടമായി. പിന്നെ അതിൻ്റെ പ്രൈസ് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ട് രണ്ടും കൂടെ 3000 എത്ര വെച്ചാൽ 87 റുപ്പീസ് 4000 അകത്താണ് വന്നത്. അപ്പം 3087 റുപ്പീസിനകത്താണ് ആയത്. അപ്പം അത്രയും ഡിസ്കൗണ്ടും നമുക്ക് കഴിഞ്ഞിട്ടാണ് അത് കിട്ടിയത്. ഡിസ്കൗണ്ട് എല്ലാം കൂടെ 28% ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിന്റെയും കൂടെ 28%. അപ്പം നിങ്ങൾ ഒരു ബൾക്കായിട്ട് ഇപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവർക്കും കൂടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിലും കുറയും. കാരണം ഇപ്പം ഞാൻ 2 ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ലാഭമായിരിക്കും. അപ്പം ഭയങ്കരമായിട്ട് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഇവിടേക്ക് വന്ന് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. കഴിഞ്ഞ ഓണം അതിന് മുമ്പത്തെ ഓണത്തിനൊക്കെ വന്ന് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ക്ഷീണം മാറ്റി ഞാൻ 2 എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്കിതിപ്പം ഇതിന് മാത്രമല്ല ഒരു ഫംഗ്ഷൻ ആണെങ്കിലും എടുക്കാനായിട്ട് അതും കൂടെ മൈൻഡിൽ വെച്ചിട്ടാണ് അങ്ങനെ എടുത്തത്. സോ ഹാപ്പി. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം ഒന്നുകൂടെ. കാരണം അവിടെ വെച്ച് കുറച്ച് തിരക്കായിരുന്നു ഷോപ്പിൽ നിൽക്കുമ്പം, അപ്പം അത്രയും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇജാനുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇജാൻ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഫുഡും കഴിക്കണം, എനിക്ക് വിശന്ന് തുടങ്ങി. വൈകിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല. അപ്പം അവിടെ കയറിയിട്ട് നമുക്ക് ചായയിൽ കയറാം അല്ലേ? അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത ഷോപ്പിംഗ്. എനിക്ക് വയ്യ, വിശന്ന് നടന്നു. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ വഴിയെ. ഞങ്ങൾ ട്രിവാൻഡ്രം മോളിലെത്തി. അപ്പോൾ അവിടുത്തെ ഫൂട്ടേജസ് ഒന്നും അധികം എടുക്കുന്നില്ല കേട്ടോ. ഓൾറെഡി ഞങ്ങൾ ട്രിവാൻഡ്രം മോളിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം, സെർച്ചിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. കാരണം ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം ഷോപ്പിംഗ് അതിന് ശേഷം ചെയ്യാന്നുള്ള രീതിയിൽ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി. പെട്ടെന്ന് കിട്ടുന്ന ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം അത്രയും വിശപ്പുണ്ട്. അപ്പം എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ലോലിപ്പോപ്പ് ആയിട്ടുള്ളൊരു കോംബോ ചൂസ് ചെയ്തു. അപ്പം അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. 5 മിനിറ്റ് തന്നെ ഫുഡ് വന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, തട്ടി. ഫുഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, അത്രേ പറയാനുള്ളൂ. അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ വിശപ്പ് അത്രയും ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഫുഡിൽ ഒതുക്കിയത്. നെക്സ്റ്റ് ഞങ്ങൾ ലൈഫ് സ്റ്റൈലാണ് പോയത്. ഇച്ചാനൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചാനെയും കൊണ്ടുപോയി എടുക്കണമെന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ. അപ്പോൾ ഓൾറെഡി ഇച്ചാൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ട്. അത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ തന്നെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള വാച്ചാണ്. 2 വർഷത്തിന് മുന്നേ ഞാൻ ഇച്ചാന് ഗിഫ്റ്റ് ചെയ്തൊരു വാച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡയൽ ഒരു കുറച്ച് വലിപ്പമുള്ള ഡയലാണ്. അപ്പോൾ കുറച്ചുകൂടി ചെറിയൊരു സൈസിലുള്ള അല്ലെങ്കിൽ ചെറിയൊരു ഡയൽ എടുക്കണം എന്നുള്ളത് ഇച്ചാന് ഒരു ഇതുണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇച്ചാൻ അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ തന്നെ മേടിക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇച്ചാൻ 1-2 ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞങ്ങളിങ്ങനെ എടുക്കാനുള്ള പരിപാടി നിൽക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വാച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഡിജിറ്റലും അനലോഗും വരുന്ന ഒരു മോഡലാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ ഗ്രൂപ്പിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഷൂട്ട് എടുക്കുന്നത്. കാരണം വന്നു കഴിഞ്ഞ ഉടനെ അവന് ഫുഡൊക്കെ കൊടുത്ത് അവനൊന്ന് സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വന്ന ഉടനെ അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ എന്താ പറയുക ഒന്ന് സെറ്റിലാക്കിയിട്ട് ബാക്കി നമ്മുടെ വൈൻഡപ്പും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വിഷു, ഈസ്റ്റർ, റംസാൻ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഒരു മാരക ഷോപ്പിംഗ് ആണ്. ഇത് 3ഉം കൂടെ ഇങ്ങനെ അടുപ്പിച്ച് വന്നപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചെന്നാൽ ഒരു മാരക ഷോപ്പിംഗ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യത്തെ നിങ്ങൾ കണ്ടു കാണും ഞാൻ എടുത്ത സെറ്റ് സാരിയും പിന്നെ എന്താ പറയുക ദാവണിയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു വർഷത്തേക്ക് വേണ്ട ഓണത്തിനുള്ള ഓടിയൊക്കെ ആണെങ്കിൽ ബാലാമരത്ത് വന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ ആണ്. നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും, അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ വെച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ വെച്ച് കണ്ടതാണല്ലോ. അപ്പം
ഇതാണ് സാധനം സാരി. മയിൽപീലിയുടെ ഡിസൈൻ അവിടെ ഇഷ്ടംപോലെ മൊത്തം മയിലുണ്ട് അല്ലേ. ഭയങ്കരമായിട്ട് ഞാൻ അവിടെ വെച്ച് കണ്ടതാണ്, പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗി കേട്ടോ. നോക്കി ഭയങ്കര രസമുണ്ട്. പിന്നെ ബോഡിയിലാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഇത് വരുന്നില്ല. ഇത് കോട്ടൺ ആണ്. ഇതിൻ്റെ തന്നെ എന്താ ടിഷ്യൂ ഫാബ്രിക്കിൻ്റെ ഉണ്ട്. അപ്പം ഞാൻ കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ച് കൂടുതൽ എനിക്ക് ഇഷ്ടമായത്. അപ്പം ഒരുപാട് ഡിസൈൻ ഉണ്ട്. ഇതിപ്പോൾ മയിലിൻ്റെ മാത്രമല്ല, കൃഷ്ണൻ രാധയുടെ ഉണ്ട്, ശംഖിൻ്റെ ഉണ്ട്, കഥകളിയുടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പം എല്ലാം ഒന്നും എടുക്കാൻ ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് കുറച്ചൊക്കെ കാണിച്ചത്. പിന്നെ ധാവണി, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അത് തന്നെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്കിങ്ങനത്തെ ധാവണി ഇല്ല ആക്ച്വലി. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. കണ്ടോ, ഇത് ബോർഡറിൽ വന്നിട്ട് ഒരു ചെറിയൊരു ലേസിൻ്റെ ഒരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് മറ്റു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇത് ടിഷ്യൂ ആണ് ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാരി വന്നിട്ട് കോട്ടൺ തന്നെ എടുക്കാൻ കാര്യം. അപ്പോൾ ഒന്ന് ടിഷ്യൂവിൽ എടുത്തല്ലോ, അപ്പോൾ എന്തായാലും നമുക്ക് കോട്ടണിലൊരു സാരി എടുക്കാന്നുള്ളത്. അപ്പോൾ ഇത് അംബ്രല്ല സ്കേർട്ടല്ല, പക്ഷെ നല്ല നമുക്ക് അടിയിൽ ക്യാനൊന്നും ഇടാതെ തന്നെ നമുക്ക് നല്ല ഒരു ഫ്ലെയർ കിട്ടുന്ന രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഗോൾഡിൽ തന്നെ, അതും ഫുൾ വർക്ക് വരുന്നതാണ്. കണ്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഒരു പാറ്റേണിൽ ഇത് നമുക്ക് തയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് എന്താണ് പട്ടുപാവടയായിട്ട് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോളി ബ്ലൗസ്, ക്രോപ്പ് ടോപ്പായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത്. കണ്ടോ, ഇത് നമുക്ക് കയ്യിലത്തെ വർക്കാണ്. ബീഡ്സ് അവർ കൊടുത്തിരിക്കുന്നത് നല്ല വർക്കാണ് ഇതിൽ. പിന്നെ ധാവണി, എനിക്കിത് ഒരുപാട് സമയം ലാഭിക്കും. ഞാൻ സാരി കൊടുക്കുമ്പം തലേ ദിവസം നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ തലേ ദിവസം ഞാനും ഉച്ചായനും കൂടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് അയൺ ചെയ്ത് വച്ചിട്ടാണ് ഞാൻ സാരി ഉടുക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് പോലും ഭയങ്കര എളുപ്പത്തിൽ തന്നെ നമുക്ക്, കണ്ടോ, ഇത്രയേ ഉള്ളൂ. എളുപ്പം കണ്ടോ, കറക്റ്റ് ലെങ്ത്തിൽ നമുക്ക് ഈ ധാവണി ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഈ റെഡിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ആ ഗോൾഡ് ബ്ലൗസ് ഇല്ലെങ്കിലും നമുക്ക് റെഡ്, ബ്ലൂ, ഗ്രീൻ ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ആ ഒരു പേഴ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. സൂപ്പറല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ മിക്കവാറും ഇൻസ്റ്റയിലായിരിക്കും ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്തേക്കും. ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ, അപ്പോൾ ഇച്ചായൻ്റെ മുണ്ട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞാണ്, ഇച്ചായ മുണ്ടെടുക്ക്. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു, ഞാൻ ഈ മുണ്ടൊക്കെ എടുത്തിട്ട് എവിടെ പോകുന്നത് കാര്യം ഇച്ചാൻ മുണ്ട് കൊടുക്കാറില്ല. ആകെപ്പാട് കൊടുക്കുന്നത് ഓണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ അങ്ങനെയൊക്കെ മാത്രമേ ഇച്ചാൻ കൊടുക്കാറുള്ളൂ. അത് ഉടുത്തു കഴിഞ്ഞാലും ഭയങ്കര ഒരു ഇച്ചാൻ ഉടുത്തിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇടുന്ന ആളുടെ കംഫർട്ടബിൾ അല്ലേ ഏറ്റവും കൂടുതൽ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ട് ടാസ്ക് പിടിച്ചില്ല നമ്മുടെ വണ്ടിയിൽ തന്നെ. നമ്മൾ നേരെ ട്രിവാൻഡ്രം മാളിൽ പോയി. കാരണം നമുക്ക് ലുലുവിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമില്ല. കാരണം തിരിച്ചിവിടെ വരണം, അവന് ഫുഡൊക്കെ കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ലുലു മാളിൽ പോയി. ട്രിവാൻഡ്രം മാളിൽ പോയിട്ട് നമ്മൾ FBB അടച്ചു പൂട്ടി കേട്ടോ. അത് ഭയങ്കര വിഷമമായിപ്പോയി. നമ്മൾ FBB കയറിയില്ല. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കയറി, പിന്നെ ട്രെൻഡ്സിൽ കയറി, ഈസി ബൈയിൽ കയറി, മാക്സിൽ കയറി. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് നമ്മുടെ ഇച്ചായന് വേണ്ടിയിട്ടുള്ള ഒരു വാച്ച് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കാണും. അപ്പം ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചാണ്. ഇച്ചാൻ്റെ കയ്യിൽ മുമ്പ് ഇരുന്നതും ഫാസ്റ്റ് ട്രാക്കിൻ്റെ തന്നെയാണ്. അത് ഞാൻ ഗിഫ്റ്റ് എടുത്തതാണ്. അപ്പോൾ ഇതും എൻ്റെ വക ഗിഫ്റ്റാണ്. ഇച്ചാന് വിഷുവിനുള്ള ഒരു ഗിഫ്റ്റാണ്. ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഭർത്താവും ഭാര്യയ്ക്കിടയിൽ സർപ്രൈസ് നടക്കൂല. ഞാൻ ഓൾറെഡിയേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അത് നടക്കത്തില്ല. എവിടെയെങ്കിലൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാവും. പിന്നെ ഒന്നും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. അപ്പം നമ്മൾ ഓരോ നോട്ടവും ഒരു ഭാവവും അല്ലെങ്കിൽ എല്ലാം കൂടെ ഉള്ള ഒരു ലൈഫ് പാർട്ട്ണർ മനസ്സിലാവും. അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നതാണ് പ്രശ്നം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാകും. അപ്പം നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് ഫ്ലോപ്പാവും. അപ്പോൾ ഇതാണ് ഇച്ചായന് വേണ്ടി വാങ്ങിച്ച വാച്ച്. അപ്പോൾ ഇച്ചായൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞോളൂ. എനിക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. എനിക്കും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞൂടാ. പിന്നെ എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഒരുപാട് വണ്ണമുള്ള കൈയല്ല എൻ്റെ. അപ്പം അതനുസരിച്ച് ഒരു ചെറിയ ഡയലൊക്കെ ഉള്ള രീതിയിൽ ഒരു വാച്ച്. ഇതിപ്പം രണ്ടും ഉണ്ട്. ഇത് അനലോഗും ഉണ്ട്, ഡിജിറ്റലും ഉണ്ട്. രണ്ടും കൂടെ വരുന്ന വിധത്തിലുള്ള
വാച്ചാണ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ. പിന്നെ സ്ട്രാപ്പ് വന്നിട്ട് ഇതാണ്, സ്ട്രാപ്പ് വന്നിട്ട് ഈ എന്താ പറഞ്ഞല്ലോ റബ്ബറല്ല, സിലിക്കോണിൻ്റെ സ്ട്രാപ്പ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലാസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എടുത്തു. അത് നല്ല സന്തോഷമായി. അപ്പം എന്തായാലും ഇച്ചായന് എനിക്ക് എൻ്റെ വക വിഷു ഈസ്റ്റർ ഗിഫ്റ്റ് ആണ്. താങ്ക് യു. അപ്പൊ ഇച്ചാന്റെ ഗിഫ്റ്റ് ആണ് എനിക്ക് എന്താ വിഷു കോഴി. അപ്പം അത് ഇവിടെ നിന്ന് പോയപ്പോഴും ഇച്ചാൻ ഓൾറെഡി പറഞ്ഞു, പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല, അവിടെ പോയിട്ട് അങ്ങനെ ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇച്ചാന് അപ്പം ഷർട്ടും മുണ്ടും എടുക്കുന്നില്ല എന്നുള്ള ലെവലിൽ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഡ്രസ്സ് എടുത്തു, അപ്പം ഇച്ചാൻ എന്തായാലും എടുക്കണം. അങ്ങനെ ഇച്ചാനെ കൊണ്ട് നിർബന്ധിച്ച് മാക്സിൽ പോയി. നമുക്ക് അവിടെ ലൈഫ് സ്റ്റൈൽ അത്ര കിട്ടിയില്ല, ഇച്ചാൻ ഇഷ്ടമുള്ള രീതിയിലൊന്നും കിട്ടിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇച്ചാനൊരു ബെൽറ്റ്, നിങ്ങൾ വിചാരിക്കും ഇതാണോ നിങ്ങൾ പർച്ചേസ് ചെയ്തത്? അങ്ങനെയല്ല, ബെൽറ്റ് പൊട്ടിപ്പോയി. പിന്നെ ഇച്ചാന് സോക്സിൻ്റെ ഒരു സെറ്റ്, പിന്നെ മെയിനായിട്ട് ഷർട്ട്. ഇച്ചാൻ ഇല്ലാത്തൊരു കളർ, ഒരു പർപ്പിൾ കളർ. അതുപോലെ തന്നെ അത് ഞങ്ങളിവിടെ സംസാരിക്കുമ്പോൾ വിചാരിക്കുന്നത് ഞങ്ങൾ ആരുടെത്തോ കത്തിക്കണം, അവനെ കൂട്ടാണ്ട് സംസാരിക്കണം, അവൻ പുറത്ത് നിൽക്കുകയാണ്. അത് ഇങ്ങനെ എന്താ പറയുക, ലൈൻസ് ഒക്കെ ഇങ്ങനെ വരുന്ന നല്ലൊരു പർപ്പിൾ കളർ ഷർട്ടാണ്, അടിപൊളി ഷർട്ടാണ്. ഇങ്ങനെ ഇഷ്ടമായി, കാരണം വെച്ചാൽ ഇല്ലാത്തൊരു ഷെയ്ഡ് നല്ല രസമുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഷർട്ട്, അത് ബേസിക്സിൻ്റെ ആണ്. അത് ഇച്ചാൻ ബ്ലാക്ക് ഷർട്ട്, പ്ലെയിൻ ബ്ലാക്ക് ഷർട്ട്. മുമ്പൊരു ഷർട്ട് ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്ന ഒരു ഷർട്ട്, അത് ചീത്തയായിപ്പോയി. അപ്പോൾ ഞങ്ങൾ ബേസിക്സിന്റെ ഒരു ബ്ലാക്ക് പ്ലെയിൻ ഷർട്ട് എടുത്തു, സിമ്പിൾ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം കൂടെ ബില്ല് ചെയ്തപ്പോഴത്തേക്കും അത് പറയണം. അതാണ് ഒരു അവിടെ മാക്സിൽ ഇപ്പൊ ഒരു ചെറിയൊരു ഓഫർ അല്ല, ഓഫർ തന്നെ. അപ്പൊ അച്ഛൻ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതായത് ഒന്നുമില്ല, അയ്യോ എന്റെ ബാഗ് ഞാൻ പറഞ്ഞു. അതായത് ഒന്നുമല്ല, നമ്മുടെ ഇത് 4000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും. അതായത് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരത്തുള്ള റിസോർട്ടുകളിൽ നമുക്ക് ഒരു ദിവസം ഫാമിലി, അതായത് 4 പേരാണെങ്കിൽ 2 കുട്ടികളായിരിക്കണം, 8 വയസ്സിന് താഴെയുള്ള, മുതിർന്നവർ 2 പേര്. അങ്ങനെ ഒരു ഫാമിലിക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഫ്രീ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് പോയി അവിടെ ചില്ല് ചെയ്യാം. അപ്പം അത് എല്ലാ ഇതും ഇല്ല. അതിലൊരു ഇപ്പം തിരുവനന്തപുരത്ത് വർക്കല, കോവളം, പൂവാറ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം നമുക്കും അറിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞനുസരിച്ച് നമുക്ക് ഇത്രേ അറിയാവുള്ളൂ. ഇനി ഓൺലൈനിൽ ഒരു സൈറ്റ് ഉണ്ട്, എന്താ പറയുക, ഓൺലൈനിൽ കയറിയിട്ട് നോക്കിയിട്ട് നമ്മളിത് ബുക്ക് ചെയ്യണം. കണ്ടോ, ഇതാണ് സംഭവം. അപ്പം ഇത് നല്ല ജെന്യൂനുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റും. അപ്പം നമ്മളിത് കയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ലോട്ട് കിട്ടും. അതിൽ കയറി ആ ദിവസം നമുക്ക് പോയി ചിറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓഫറുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അത്രയും പർച്ചേസ് 4000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും കൂടുതലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാക്സിൽ പോവാം. ഇതുപോലൊരു കൂപ്പൺ കിട്ടും, നിങ്ങൾക്ക് ഒരു ദിവസം എക്സ്ട്രാ നമുക്ക് ചില്ല് ചെയ്യാനായിട്ട് അവസരം കിട്ടും. ആക്ച്വലി ഞങ്ങൾക്ക് 4000 രൂപ ആയില്ല കേട്ടോ, 100 എത്ര രൂപയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി ഇതാ ഒരു ടീഷർട്ട് എടുത്തു, ഇതാ ഒരു ബ്ലാക്ക്. അങ്ങനെയാണ് ഞങ്ങൾ 4000 സംതിങ് തികച്ചത്. അപ്പം വെച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അങ്ങനെ കൂപ്പൺ കിട്ടി. അപ്പം ഈ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടീഷർട്ട് അങ്ങനെ എടുത്തു. അപ്പം അങ്ങനെ ഞങ്ങൾ 4000 എബോവ് ആക്കി. അങ്ങനെ നമ്മൾ കൂപ്പണും കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഷോപ്പിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മാക്സിലൊക്കെ പോവുകയാണെങ്കിൽ ഫാമിലി മൊത്തം എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു ഇതാവും. അപ്പം എന്താണ്, ഇങ്ങനെ ഒരു കൂപ്പൺ കിട്ടും, നിങ്ങൾക്ക് ഫാമിലിയായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു വിഷു, റംസാൻ, ഈസ്റ്റർ ഷോപ്പിംഗ്. അപ്പോൾ പിന്നെ 1-2 ഡ്രസ്സുകൾ ഞാൻ ഓൾറെഡി നേരത്തെ പർച്ചേസ് ചെയ്ത് വച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും വേറെ ഓൾറെഡി ഞാൻ എടുത്ത് അല്ലാതെ ഈസ്റ്ററിനൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഓൾറെഡി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വിഷുവിന് വേണ്ടിയിട്ട് എടുത്താണ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു, അവനും ഫുഡൊക്കെ കൊടുത്തു. ഇനി ഞങ്ങളിതൊക്കെ ഒന്ന് സെറ്റിലൊക്കെ ചെയ്ത് ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പം നിങ്ങളും കിടന്ന് ഉറങ്ങിക്കും. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.